Dear students, Above Maths ക്ലാസ്സിലേക്ക് സ്വാഗതം. 8th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ സർവ്വസമവാക്യങ്ങൾ എന്ന പാഠത്തിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് 78-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ മുതലുള്ള ആൻസേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അതായത് 1-ൻ്റെ 2-ൻ്റെ 3-ൻ്റെ ഒക്കെ മൾട്ടിപ്പിൾസ് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ എക്സെട്ര വരുന്ന രീതിയിലുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ 9 നമ്പേഴ്സ് തന്നിരിക്കുന്നു. ഈ 9 നമ്പേഴ്സിൻ്റെ ഡയഗണൽ പെയേഴ്സിൻ്റെ സമ്മ് കണ്ടിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഡയഗണൽ പെയേഴ്സ് 6 and 20, മറ്റൊന്ന് 12 and 10. ഇതിൻ്റെ സമ്മ് കണ്ടിട്ട് സമ്മിൻ്റെ ഡിഫറൻസ് കാണുന്നു. അപ്പോൾ 6 + 20 = 26, 12 + 10 = 22. So the difference is equal to 26 - 22, that's equal to 4. ഇതാണ് ഒന്നാമത്തെ ആൻസർ. ഇതിൽ രണ്ടാമത്തത് ഓൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കിട്ടുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ ഓൾജിബ്ര ഉപയോഗിക്കുമ്പോൾ ദിസ് ഈസ് ടേക്കൺ ടു ബി എക്സ്. പിന്നെ 6 + 4 ആണ് 10, therefore x + 4, x + 4. 6 + 6 is 12, therefore x + 6. And this one is 10 + 10, 20, therefore x + 4 + 10, that is x + 14. ഇവിടെ നമ്മൾ ഡയഗണൽ പെയേഴ്സിൻ്റെ സമ്മ് കണ്ടു, പിന്നെ ഡിഫറൻസ് കണ്ടു. അതേപോലെ തന്നെ അവിടെയും ചെയ്യുന്നു. അപ്പോൾ എക്സും x + 14 തമ്മിലുള്ള സമ്മാണ് ആദ്യം തന്നെ കാണേണ്ടത്. x + 14, that's equal to 2x + 14. Next x + 6 + x + 4. x + 6 + x + 4. x + x 2x, 6 + 4 10. അപ്പോൾ 2x + 14 2x + 10 കിട്ടി. ഈ 14 എന്ന് പറഞ്ഞാൽ 10 + 4 ആണ്. അപ്പോൾ ഇത് രണ്ട് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 4 കൂടുതലുണ്ട്. therefore the difference is 4. so difference is equal to 4 എന്നാണ്. ഇനി ഇവിടെ 9 നമ്പേഴ്സ് തന്നിരിക്കുന്നു. ഇതേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെ 9-ന് പകരം 16 നമ്പേഴ്സ് തന്നാൽ ഇതേപോലെ തന്നെ ഡയഗണൽ പെയേഴ്സിൻ്റെ സമ്മിൻ്റെ ഡിഫറൻസ് കാണുകയും ഓൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ഡിഫറൻസ് കിട്ടുന്നതെന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ. ഈ 9 നമ്പേഴ്സിന് പകരം 16 നമ്പേഴ്സുള്ളൊരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താണ് മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ അതിൽ ഇതെല്ലാം 2-ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 2 × 3, 2 × 4, 2 × 5, 2 × 6. അപ്പോൾ എത്രയായി? 12 കിട്ടും. 2 ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. ഈ ലൈനിലുള്ള നമ്പേഴ്സ് എല്ലാം 3-ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 3 ആഡ് ചെയ്താൽ മതി. 15 + 3 = 18. ഇവിടെ 4-ൻ്റെ മൾട്ടിപ്പിൾസ്, അപ്പോൾ 20 + 4 24. ഇപ്പോൾ നമുക്ക് 3 ലൈൻസ് മാത്രമേ ആയിട്ടുള്ളൂ. ഒരു ലൈനും കൂടെ വേണം, എങ്കിൽ മാത്രമേ ഇവിടെ ഒരു 16 നമ്പേഴ്സിൻ്റെ സ്ക്വയറായി മാറുള്ളൂ. ഇത് 2 × 3, this is 3 × 3, this is 4 × 3, next is 5 × 3. 5 × 3 is 50. ഇത് 5-ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 5 ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ 20, 25, 30. ഡയഗണൽ പെയേഴ്സ് 6-ഉം 30-യും അതുപോലെ 15-ഉം 12. ഇത് രണ്ടും തമ്മിലുള്ള സമ്മ് കാണുന്നു. 6 + 30 = 36. 15-ഉം 12-ഉം തമ്മിലുള്ള സം 15 + 12, that's equal to 27. So what is difference? Difference is equal to 36 - 27, that's equal to
9. അപ്പോൾ 9 ആണ് ഡിഫറൻസ്. ആൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ 9 കിട്ടുന്നത് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൽ ആദ്യത്തേതിനെ എക്സ് എന്ന് വിളിക്കുന്നു. എക്സ് പിന്നെ 6 + 6 ആണ് 12. therefore x + 6 will be the next one. ഇവിടെ 6 + 9 15. അപ്പോൾ x + 9 x + 9. ഇവിടെ 15 + 15 ആണ് 30. therefore x + 9 + 15 that is x + 24 എന്ന് വരും. x + 24. ഡയഗണൽ സമ്മ് കണ്ടതുപോലെ ഇവിടെ ഡയഗണൽ സമ്മ് കാണുന്നു. ഈ ഡയഗണൽ പെയേഴ്സിൻ്റെ സമ്മ് കാണുന്നു, ഡിഫറൻസ് കാണുന്നു. സോ എക്സ് പ്ലസ് 24 ഇതും തമ്മിലുള്ള സമ്മ്. ഓക്കെ, ദാറ്റ് ഈസ് 2x + 24. അതിനുശേഷം ഈ രണ്ട് ഡയഗണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഡയഗണൽ പെയറിൻ്റെ സമ്മ് കാണുന്നു. x + 9 + x + 6 that's equal to x + x 2x 9 + 6 15. അപ്പോൾ ഇവിടെ 2x ഉണ്ട്, ഇവിടെയും 2x 24 15. അപ്പോൾ എന്താണ് ഡിഫറൻസ്? ഡിഫറൻസ് ഈസ് 24 - 15 that's equal to 9. so difference is equal to 9. ഇപ്പോൾ നമ്മൾ ചെയ്തത് പേജ് 79-ലുള്ള ക്വസ്റ്റ്യൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊരു പാറ്റേൺ തന്നിരിക്കുന്നു. 1 × 4 = 2 × 3 - 2. 2 × 5 = 3 × 4 - 2. 3 × 6 = 4 × 5 - 2. and 4 × 7 = 5 × 6 - 2. ഇവിടെ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എല്ലാത്തിലും നമുക്ക് കാണാം. ഇവിടെ 1 2 3 4 2 3 4 5 അതേപോലെ 3 4 5 6 അങ്ങനെ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകൾ കാണാം. ഇതിൽ ഈ 4 എണ്ണൽ സംഖ്യകൾ തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധം നമ്മൾ കണ്ടെത്തണം. അതിനു മുമ്പേ ഇതിലെ അടുത്ത 2 ലൈൻസ് എന്നാണ് ചോദ്യം. അത് നമ്മൾ എഴുതണം. ഈ പാറ്റേണിലുള്ള അടുത്ത 2 ലൈൻസാണ് നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 1 2 3 4. therefore the next will be 5. okay, 5 into here 6 7, therefore this will be 8. so 5 into 8 that's equal to ഇവിടെ 4 5 5 6, therefore 6 into 7 minus 2. next one will be 6 into 9 that's equal to 7 into 8 minus 2. അപ്പോൾ ഇത് രണ്ടുമാണ് നെക്സ്റ്റ് 2 ലൈൻസ്. അതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. അടുത്ത 2 ലൈൻസ് എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് തന്നാൽ അതിലെ ആദ്യത്തതും അവസാനത്തതും തമ്മിലുള്ള പ്രൊഡക്റ്റും മിഡിലുള്ള 2 എണ്ണം തമ്മിലുള്ള പ്രൊഡക്റ്റും ഈ 2 പ്രൊഡക്റ്റുകളും തമ്മിലുള്ള റിലേഷൻ എന്നാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ ആദ്യത്തതിൽ 1 2 3 4 അതാണ് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഇതിൽ ആദ്യത്തതും അവസാനത്തതും തമ്മിലുള്ള പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് 1 × 4 അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ 2 × 3 മിഡിലുള്ള 2 എണ്ണം തമ്മിലുള്ള പ്രൊഡക്റ്റ് അതാണ് 2 × 3 അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ 2 പ്രൊഡക്റ്റുകൾ തമ്മിലുള്ള റിലേഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് റിലേഷൻ? ഈ മിഡിലുള്ള 2 എണ്ണത്തിൻ്റെയും പ്രൊഡക്റ്റിൽ നിന്ന് 2 കുറച്ചാൽ എന്ത് കിട്ടും? മറ്റേ 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, ഇവിടെയാണെങ്കിൽ 2 3 4 5. ഓക്കെ, 2 3 4 5. അപ്പോൾ 2 × 5 അതാണ് ആദ്യം വരുന്നത്. മറ്റേത് 3 × 4. അപ്പോൾ 3 × 4-ൽ നിന്ന് 2 കുറയ്ക്കാം. മീൻസ് 2 ലെസ് ദാൻ 3 × 4. ഓക്കെ, ഓർ 2 ലെസ് ദാൻ ദ പ്രൊഡക്റ്റ് ഓഫ് മിഡിൽ 2. നടുവിലുള്ള 2 എണ്ണത്തിൻ്റെ പ്രൊഡക്റ്റിനേക്കാൾ 2 കുറവാണ് ഏത്? ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് റിലേഷൻ. സോ വി ക്യാൻ റൈറ്റ് a product of first and last.
is 2 less than the product of middle two. Middle two means middle two numbers. ഇതിൽ മൂന്നാമത്തത് റൈറ്റ് ദിസ് ആസ് എ ജനറൽ പ്രിൻസിപ്പിൾ. ഈ കാര്യങ്ങൾ ഒരു ജനറൽ പ്രിൻസിപ്പിളായിട്ട് ഓൾജിബ്രയിൽ എഴുതുക, ഓൾജിബ്രൈക്ക് ഫോമിലേക്ക് മാറ്റി എഴുതുക, എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോൺസിക്യൂട്ടീവ് 4 നമ്പേഴ്സ്, 4 നാച്ചുറൽ നമ്പേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നാച്ചുറൽ നമ്പറിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു, ആദ്യത്തേത് എക്സ്. അപ്പോൾ അടുത്തത് എക്സ് പ്ലസ് 1, അടുത്തത് എക്സ് പ്ലസ് 2, പിന്നെ എക്സ് പ്ലസ് 3 ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റും ലാസ്റ്റും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 3 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മിഡിൽ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ എന്ത് ചെയ്യുക, 2 മൈനസ് ചെയ്യുക. അതാണ് ചെയ്യുന്നത്. അപ്പോൾ മിഡിൽ 2 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ആൻഡ് എക്സ് പ്ലസ് 2. സോ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 മൈനസ് 2. ഇതാണ് ഇതിൻ്റെ ഓൾജിബ്രൈക്ക് ഫോം. ഈ പാറ്റേണിലുള്ള എല്ലാ ലൈൻസിൻ്റെയും ഒരു കോമൺ ആയിട്ടുള്ള രൂപമാണ് ഓൾജിബ്രൈക്ക് ഫോമാണിത്. ഇതിൽ നമ്മൾ ഇനി എന്ത് ചെയ്യുക, നമ്പേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെ 1 എക്സിന് 1 കൊടുക്കുക, എക്സിന് 1 കൊടുത്താൽ ഇവിടെ 1, 1 പ്ലസ് 3 4, അപ്പോൾ 1 ഇൻറ്റു 4 ഇവിടെ കിട്ടി. പിന്നെ 1 പ്ലസ് 1 2, 1 പ്ലസ് 2 3, അപ്പോൾ 2 ഇൻറ്റു 3, അതാണ് 2 ഇൻറ്റു 3 മൈനസ് 2. ഓക്കെ, ഇനി എക്സിന് 4 കൊടുക്കുക വിചാരിക്കുക. എക്സിന് 4 കൊടുത്താൽ 4 ഇൻറ്റു 4 പ്ലസ് 3 7, അപ്പോൾ 4 ഇൻറ്റു 7. You can see 4 into 7. Then 4 plus 1 5, 4 plus 2 6, 5 into 6, and that is 5 into 6. Then minus 2. minus 2. Okay. Next page 80. 80 question number 4. അതിൽ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണാനുള്ള ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 46 into 28, അത് എങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളതിന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൊടുത്തിരിക്കുകയാണ്. ആ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ രണ്ട് നമ്പേഴ്സിലെയും ഫസ്റ്റ് ഡിജിറ്റ്സ് 4ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 4 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 8. അതിനുശേഷം അതിൻ്റെ കൂടെ 2 സീറോസും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ 800, അപ്പോൾ 800 ആയി. രണ്ടാമത് ചെയ്യുന്നത് ഈ 4ഉം 8ഉം തമ്മിലും 6ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ആ രണ്ട് പ്രൊഡക്റ്റും തമ്മിൽ ആഡ് ചെയ്യുന്നു. സോ 4 ഇൻറ്റു 8 പ്ലസ് 6 ഇൻറ്റു 2, അപ്പോൾ എത്ര കിട്ടുന്നു നോക്കാം. 4 ഇൻറ്റു 8 32 പ്ലസ് 6 ഇൻറ്റു 2 12, അപ്പോൾ 32 പ്ലസ് 12 ഈസ് ഈക്വൽ ടു 44. ആ 44ൻ്റെ കൂടെ ഒരു സീറോ, നേരത്തെ കിട്ടിയ 8ൻ്റെ കൂടെ 2 സീറോ ആണെങ്കിൽ ഇവിടെ 44ൻ്റെ കൂടെ ഒരു സീറോ ആഡ് ചെയ്യും. സോ 44 0, ഇവിടെ 8ൻ്റെ കൂടെ 2 സീറോസ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ സെക്കൻഡ് ഡിജിറ്റും ആദ്യം ഫസ്റ്റ് ഡിജിറ്റും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇതിലെ സെക്കൻഡ് ഡിജിറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 ഇൻറ്റു 8 48. ഇതിൻ്റെ കൂടെ സീറോസ് ചേർക്കേണ്ട കാര്യമില്ല. ആദ്യത്തിൻ്റെ കൂടെ 2 സീറോസ്, അടുത്തതിൻ്റെ കൂടെ ഒരു സീറോ, അടുത്തതിൻ്റെ കൂടെ തീരെ സീറോസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 48 എന്ന് എഴുതുന്നു. എന്നിട്ട് ഇതെല്ലാം തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ 8 8 12, സോ 1288. ദാറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് 46 ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് 46 ആൻഡ് 28 equal to 1288. മറ്റേതെങ്കിലും ചില 2 ഡിജിറ്റ് നമ്പേഴ്സ് എടുത്തുകൊണ്ട് ഇതേ മെത്തേഡിൽ തന്നെ പ്രൊഡക്റ്റ് കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണുന്നതിന് മുമ്പേ ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഇതിലെ ഫസ്റ്റ് ഡിജിറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കിട്ടിയ നമ്പറിനോട് 2 സീറോസ് ആഡ് ചെയ്ത് എഴുതുന്നു. ഇനി ഇതിലെ ഫസ്റ്റ് ഡിജിറ്റും ഇതിലെ ലാസ്റ്റ് ഡിജിറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഒരു പ്രൊഡക്റ്റ് കിട്ടി. ഇതിലെ സെക്കൻഡ് ഡിജിറ്റും ഇതിലെ ഫസ്റ്റ് ഡിജിറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, മറ്റൊരു പ്രൊഡക്റ്റ് കിട്ടി. ഈ രണ്ട് പ്രൊഡക്റ്റും കൂടെ ആഡ് ചെയ്തപ്പോൾ ഒരു സമ്മ് കിട്ടി. ആ സമ്മിൻ്റെ കൂടെ ഒരു സീറോ മാത്രം ആഡ് ചെയ്യുന്നു. പിന്നെ ഇതിലെ ലാസ്റ്റ് ഡിജിറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, 48 കിട്ടി. അതിൻ്റെ കൂടെ സീറോസ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് ചുട എഴുതി എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ സം.
ഈ സമ്മ് എന്താണ്? ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ്. ഇനി മറ്റ് രണ്ട് 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതി നമുക്ക് ഇതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ 32 × 45 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഫസ്റ്റ് ഡിജിറ്റ് 3, ഇതിലെ ഫസ്റ്റ് ഡിജിറ്റ് 4. അപ്പോൾ 3 × 4 = 12. അപ്പോൾ 12 എഴുതി 2 zeros ഇട്ടു. അതിനുശേഷം ഇതിലെ ഫസ്റ്റ് ഇൻറ്റു ലാസ്റ്റ്. അപ്പോൾ 3 × 5 പ്ലസ് പിന്നെ ഈ 2 × 4. 3 × 5 15. 2 × 4 8. 15 + 8 = 23. ആ 23ൻ്റെ കൂടെ ഒരു 0 ചേർക്കുക. അപ്പോൾ 23 and 1 0. നെക്സ്റ്റ് ഇതിലെ സെക്കൻഡ് ഡിജിറ്റും ഇതിലെ സെക്കൻഡ് ഡിജിറ്റും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 5 10. അതിൻ്റെ കൂടെ സീറോസിൻ്റെ ആവശ്യമില്ല, 10 അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എല്ലാം കൂടെ ആഡ് ചെയ്യുക. സോ 4 ഇങ്ങനെ കിട്ടും. സോ 1440 ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് 32 and 45. So 32 × 45 is equal to 1440. ഇനി ഇതെങ്ങനെയാണ് കറക്റ്റ് ആവുന്നത് എന്ന് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. യൂസിങ് ഓൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് ഇതെങ്ങനെ കറക്റ്റ് ആവുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് നമ്പേഴ്സും 2 ഡിജിറ്റ് നമ്പേഴ്സാണ്. 2 ഡിജിറ്റ് നമ്പേഴ്സിനെ സൂചിപ്പിക്കാൻ 10m + n എന്ന ഫോമിൽ സൂചിപ്പിക്കാം എന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ 10m + n എന്നെടുക്കുന്നു. അടുത്ത 2 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ 10p + q എന്നെടുക്കുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു x + y × u + v = xu + xv + yu + yv. അതേപോലെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും നോക്കാം. അപ്പോൾ 10m × 10p, 10 × 10 100, 100 mp എന്ന് കിട്ടും. 100 mp പ്ലസ് 10m × q, അപ്പോൾ 10 mq. അടുത്തത് n × 10p, അപ്പോൾ എന്ത് കിട്ടും? 10 np. അടുത്തത് n × q, അപ്പോൾ nq എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 35 എന്നുള്ളൊരു നമ്പറാണെങ്കിൽ ഇതിലെ ഫസ്റ്റ് ഡിജിറ്റ്, അതായത് വൺസ് പ്ലേസിലെ ഡിജിറ്റ് 5ഉം 10th പ്ലേസിലെ ഡിജിറ്റ് 3ഉമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 30 + 5, ദാറ്റ് ഈസ് 3 × 10 + 5, അതാണ് 35. ഓക്കെ, അപ്പോൾ ഇവിടെ m n എന്നിവ 2 ഡിജിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ 2 ഡിജിറ്റ്സ്. ഇത് വൺസ് പ്ലേസിലുള്ളത്, ഇത് 10th പ്ലേസിലുള്ള ഡിജിറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? 10m + n എന്ന് സൂചിപ്പിക്കാം. അതുപോലെ മറ്റൊരു 2 ഡിജിറ്റ് നമ്പർ, അതിലെ 10th പ്ലേസിലുള്ളത് p, വൺസ് പ്ലേസിലുള്ളത് q. ഇങ്ങനെയാണ് ഡിജിറ്റ്സ് എങ്കിൽ ഈ നമ്പറിനെ ഈ 35-നെയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? 10p + q എന്ന് സൂചിപ്പിക്കാം. അങ്ങനെയാണ് ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഡിജിറ്റ് നമ്പറിൻ്റെ വൺസ് പ്ലേസിലെ ഡിജിറ്റ് n-ഉം 10th പ്ലേസിലെ ഡിജിറ്റ് m-ഉമാണ്. ഇതിൽ വൺസ് പ്ലേസിലെ ഡിജിറ്റ് q-ഉം 10th പ്ലേസിലെ ഡിജിറ്റ് p-യുമാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ x + y × u + v എങ്ങനെയാണോ നമ്മൾ എക്സ്പാൻഡ് ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ ചെറിയ മാറ്റങ്ങൾ വരുത്തി എഴുതുന്നു. mp × 100, ഇതിനെ നമുക്ക് mp × 100 എന്ന് എഴുതാം. ഇവിടെ mq ഉണ്ട്, np ഉണ്ട്, രണ്ടിൻ്റെയും കൂടെ 10 ഉണ്ട്. അപ്പോൾ 10നെ നമുക്ക് കോമൺ ഫാക്ടറായിട്ട് എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? mq + np × 10 + nq. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും
എം എന്ന ഡിജിറ്റും ഇതിൽ ആദ്യത്തെ ഡിജിറ്റ് ഏതാണ്? എം ആണ്. ഓക്കെ, എമ്മും ഇതിൽ ആദ്യത്തെ ഡിജിറ്റ് പി ആണ്. അപ്പോൾ എമ്മും പിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 100 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ 2 zeros ആഡ് ചെയ്യുക. അതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഓക്കെ, പിന്നെ എന്താ ചെയ്തത്? ഇതിൽ ആദ്യത്തെ ഡിജിറ്റും ഇതിലെ ലാസ്റ്റ് ഡിജിറ്റും, അതായത് എം ഇൻറ്റു ക്യൂ, അതാണ് ഇത്. പിന്നെ ഇതിലെ സെക്കൻഡ് ഡിജിറ്റ് എന്നും ഇതിലെ ഫസ്റ്റ് ഡിജിറ്റ് പിയും. അപ്പോൾ എൻ ഇൻറ്റു പി, അതാണ്. ആ രണ്ട് പ്രൊഡക്റ്റും തമ്മിൽ ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു 0 ആഡ് ചെയ്തു. 0 കൂടെ ചേർത്ത് എഴുതി. ഓക്കെ, അങ്ങനെ 0 ചേർത്ത് എഴുതാൻ കാരണം എന്താണ്? ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെ സമ്മിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഒരു 0 ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ അവിടെ 0 ചേർത്ത് കൊടുത്തത്. ഓക്കെ, ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 2 zeros ചേർത്ത് കൊടുത്താൽ മതി. അതാണ് നമ്മൾ നേരത്തെ 2 zeros ചേർത്ത് കൊടുത്തത്. ഇവിടെ 1 0 ചേർത്ത് കൊടുക്കുന്നു. ഇവിടെ ലാസ്റ്റ് നമ്മളൊന്നും ചേർക്കുന്നില്ല, കാരണം ഇതിലെ സെക്കൻഡ് ഡിജിറ്റ് എന്നും ഇതിലെ സെക്കൻഡ് ഡിജിറ്റ് ക്യൂവുമാണ്. എന്നും ക്യൂവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ കൂടെ 0 ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? എൻ ക്യൂ എന്ന് എഴുതിയത്. അപ്പോൾ ഇങ്ങനെ വരുന്നത് കാരണമാണ് നമ്മൾ നേരത്തെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്തത്? 2 zeros ആഡ് ചെയ്തതും 1 0 ആഡ് ചെയ്തതും എല്ലാം. ഒരു എക്സാമ്പിളും കൂടെ ഇവിടെ ഞാൻ എഴുതാം. 12 ഇൻറ്റു 23 ആണെങ്കിൽ എന്താ ചെയ്യുക? 1 ഇൻറ്റു 2, 1 ഇൻറ്റു 2 2, എന്നിട്ട് 2 zeros ചേർക്കുന്നു. അതാണ് എം ഇൻറ്റു പി. എം ഇൻറ്റു പി, 2 zeros. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു? 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 2. 1 ഇൻറ്റു 3 3, 2 ഇൻറ്റു 2 4, 3 പ്ലസ് 4 7. 7ൻ്റെ കൂടെ ഒരു 0, 7 1 0. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഇൻറ്റു 3, 2 ഇൻറ്റു 3 6, 2 7 6. ഇങ്ങനെ എഴുതാനുള്ള കാരണം ഇങ്ങനെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഓൾജിബ്രായിക് ഫോം ഉപയോഗിച്ചുകൊണ്ട് 2 ഡിജിറ്റ് നമ്പേഴ്സ് 2 എണ്ണം എടുത്ത് 2നെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോമിലൂടെ പ്രൊഡക്റ്റ് കാണുന്നത്. അടുത്ത ഭാഗങ്ങളെല്ലാം നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിയർ സ്റ്റുഡൻസ്, ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് അബു മാത്സ്. സി യു നെക്സ്റ്റ് ഡേ.